അധികാരം ഉപയോഗിച്ചും മസിൽ പവറിലൂടെയും പുറമ്പോക്ക് ഭൂമിയും മറ്റുള്ളവരുടെ ഭൂമിയും പിടിച്ചെടുത്ത് പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുന്നത് കേരളത്തിൽ CPM ആണ്. മറ്റു പാർട്ടികളൊന്നും ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താറില്ല. അതിലേറ്റവും പ്രധാനമാണ് തിരുവനന്തപുരത്ത് സർവകലാശാല വളപ്പിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള AKG സെൻറ്റർ. പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി ഒരു ഓഫീസ് റൂമും ഒരു ലൈബ്രറിയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട സ്ഥലമെന്നാണ്. പക്ഷേ ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ 55 സെൻറ്റ് ഭൂമി AKG സെൻറ്റർ കയ്യേറിയിരിക്കുകയാണ്. എന്തിന് AK ആൻ്റണി AKGയുടെ പേരിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊടുത്ത ഫയൽ പൂഴ്ത്തണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം AK ആൻ്റണി അനുവദിച്ച ഭൂമിയല്ല ഇന്ന് AKG സെൻറ്ററിൻ്റെ കൈവശമുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഫയൽ പൂഴ്ത്തിയത്. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 55 സെൻറ്റ് ഭൂമി ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ കൈവശമുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം കളക്ട്രേറ്റിലും തിരുവനന്തപുരം വഞ്ചൂർ വില്ലേജ് ഓഫീസിലും ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മറുപടി ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നാണ്. ഇതുവരെയും ഭൂമി പതിച്ചെടുത്തിട്ടില്ല. പഠന ഗവേഷണ കേന്ദ്രം എന്ന പേരിൽ CPMൻ്റെ പാർട്ടി ഓഫീസ് ഇന്നലെ വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നുള്ള വ്യക്തമായ രേഖയാണ് റവന്യൂ അധികൃതരിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. പുറമ്പോക്ക് ഭൂമി എന്ന് പറയാൻ കാരണം തണ്ടപ്പേരില്ല, പതിച്ചു വാങ്ങിച്ചിട്ടില്ല. പതിച്ചു വാങ്ങിക്കാത്ത കാര്യം സർക്കാർ കൊടുത്തേക്കുന്ന 15 സെൻറ്റ് ഭൂമിയാണ്. 15 സെൻറ്റ് ഭൂമിക്ക് തീർച്ചയായിട്ടും പട്ടയം ലഭിക്കുമായിരുന്നു. അപ്പോൾ പട്ടയം ലഭിക്കാതെ 15 സെൻറ്റ് ഭൂമി വെളിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ 55 സെൻറ്റ് ഭൂമിക്ക് പട്ടയം കിട്ടില്ല. അപ്പോൾ 15 സെൻറ്റ് ഭൂമി സർക്കാർ അനുവദിച്ചു, 55 സെൻറ്റ് ഭൂമി പിടിച്ചെടുത്തിരിക്കുന്നു. ഏത് പർപ്പസിന് വേണ്ടിയാണോ ഗവൺമെൻറ് അനുവദിച്ചത് അതിനല്ലാതെ കൊടുത്തിട്ടുള്ള ഭൂമി ആയതുകൊണ്ട് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം കേരള സർവകലാശാല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ ഗവർണർക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ 32 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്തിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. സെക്രട്ടറിയേറ്റിനോട് തൊട്ടടുത്ത്, കേരള സർവകലാശാലയുടെ അടുത്ത്, ഇപ്പോഴുള്ള AKG സെൻറ്ററിനോട് ചേർന്നുള്ള പുതിയ മന്ദിരം ഭൂമി തട്ടിപ്പിൽ കൂടി വീണ്ടും പിടിച്ചെടുത്തിരിക്കുന്നു. ആ ബിൽഡിങ്ങിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഉടമകൾ അറിയാതെ വ്യാജ പ്രമാണങ്ങൾ വെച്ച് ആണ് ഭൂമി കൈമാറിയെന്ന് പറഞ്ഞ് ഇപ്പോൾ യഥാർത്ഥ ഓണർ സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ആരുടെ ഭൂമിയായാലും പിടിച്ചെടുക്കാമെന്നുള്ള അധികാരത്തിൻ്റെ ഹുങ്ക്. അപ്പോൾ അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ച് കേരള സർവകലാശാലയുടെ 55 സെൻറ്റ് ഭൂമി പിടിച്ചെടുക്കുന്നു, മറ്റുള്ളവരുടെ വകയുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നു.